ലക്ഷ്മി, മലപ്പുറം നമുക്കറിയാം അത് EMS ഒക്കെ ഒരു നാട് എന്ന അർത്ഥത്തിലൊക്കെ പറയുമെങ്കിൽ കൂടി അത് ഉണ്ടായ കാലം മുതൽ അതൊരു UDF കോട്ടയാണ്, ലീഗിന്റെ കോട്ടയാണ്. അത് ലീഗിന് എത്ര സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ തിരൂരങ്ങാടി പോലെ ഒരു സീറ്റ് ഒരു ഘട്ടത്തിൽ 95-ൽ AK ആന്റണിക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് വേണം. ലീഗ് പറയുന്നത് തിരൂരങ്ങാടി ഒന്ന് മത്സരിക്കൂ എന്ന് പറയുമ്പോൾ മറ്റ് ഏതെങ്കിലും ഘടകങ്ങളിൽ ആ സീറ്റ് മാറില്ല. അത് ലീഗ് പറയുന്നത് ആരാണോ പറയുന്നത് അവർ ജയിക്കും എന്ന ലീഗിന് കോൺഫിഡൻസ് ഉള്ള ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം അത് വലിയ ഇടത് തരംഗം 2 തവണ നമ്മൾ കണ്ടു. പക്ഷേ മലപ്പുറം ഇളകിയിട്ടില്ല. ഈ മണ്ഡലങ്ങളെ നോക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നും തുടങ്ങാം. കൊണ്ടോട്ടിയിൽ വരുമ്പോഴത്തേനും TP അഷ്റഫ് അലി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി, ഡോക്ടർ PP ജിജി CPIM-ന് വേണ്ടി P സുബ്രഹ്മണ്യനാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. TV ഇബ്രാഹിം ആയിരുന്നു. ഇബ്രാഹിമിന്റെ മണ്ഡലം മാറ്റിയ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെയും ഈ ഭൂരിപക്ഷമാണ് 17,660. 2 യുവ നേതാക്കൾ മത്സരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് P ജിജി കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിച്ചതാണ് വേങ്ങരയിൽ. വളരെ മികച്ച തരത്തിൽ ഒരു പോരാട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് പറയാം. പക്ഷേ നമുക്കറിയാം കൊണ്ടോട്ടി ഉണ്ടായ കാലം മുതൽ ലീഗിന് മാത്രം ജയിച്ചിരിക്കുന്ന. നമ്മളിപ്പോ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പൊ വയനാടും അതേപോലെ തന്നെ മലപ്പുറം ഒക്കെ പറയുമ്പോഴത്തേനും BJPക്ക് കാര്യമായിട്ട് അവിടെ എന്തെങ്കിലും ഒന്നും ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല. ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയില്ല. കാരണം ഇത്രയും കാലം വരെ അങ്ങനെ ആയിരുന്നില്ല. ഇവരെന്തെങ്കിലുമൊക്കെ ഒട്ട് ഉയർത്തുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനോട് സംസാരിക്കുന്ന സമയത്ത് എത്ര സീറ്റ് നേടുമെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായ സീറ്റ് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു മലപ്പുറവും വയനാടും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞങ്ങൾ നല്ല പെർഫോമൻസ് നടത്താനുള്ള ഒരു ശ്രമം നടത്തി. ആ തരത്തിൽ അത് വലിയ ചർച്ചയാകുമെന്ന തരത്തിൽ പരിപാടി നടന്നു. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ചർച്ചയായിട്ടില്ല. പക്ഷേ അതൊക്കെ വോട്ട് ഉയർത്താനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ അതെങ്ങനെയുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാം. ഡയറക്റ്റ് ഫൈറ്റ് ആണ്. TP അഷ്റഫ് അലിയും ഡോക്ടർ P ജിജിയും തമ്മിലുള്ള ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. കൊണ്ടോട്ടി വിട്ടാലോ? കൊണ്ടോട്ടി വിടാം. നമുക്ക് ഏറനാട്ടേക്ക് വരാം. ഏറനാട് മണ്ഡലം നമുക്കറിയുന്ന പോലെ PK ബഷീർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന്റെ വിജയം ഈ ഭൂരിപക്ഷം തന്നെയാണ്. 22,546 വോട്ടിനാണ് അദ്ദേഹം കഴിഞ്ഞ വട്ടം വിജയിച്ചത്. ഷഫീർ കിഴിശ്ശേരിയാണ് CPI അവിടെ സ്ഥാനാർത്ഥി. CPIയുടെ സീറ്റാണ്. അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇവിടെയും നേർക്കുനേർ പോര് നടക്കുന്ന സ്ഥലം. പിന്നെ PK ബഷീറിന് ഒരു എഡ്ജ് ഉണ്ട്. അത് അംഗീകരിച്ച് തന്നെ പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഈ പ്രതിപക്ഷ MLA-മാർ പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ PK ബഷീറിന്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. PK ബഷീർ പറയും ഏറ്റവും കൂടുതൽ കിഫ്ബിയുടെ പദ്ധതികൾ ഉണ്ടായ മണ്ഡലം ഏറനാടാണ്, ഞാനാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരാളാണ്. ചില സ്കൂളുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊക്കെ മാറ്റം, അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സ്കൂളുകൾ മാറ്റിയ ചില ഉദ്ഘാടന വേദിയിലൊക്കെ അത് അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും പാർട്ടിയുടെ ഇടപെടലിലാണെങ്കിലും മണ്ഡലത്തിലെ ഇടപെടലിലാണെങ്കിലും ഒക്കെയും PK ബഷീർ വൻ ജനകീയമാണ്. സഭയിൽ ഇപ്പം അടിയന്തര പ്രമേയമൊക്കെ വന്ന് പ്രതിപക്ഷം ഭയങ്കരമായിട്ടും പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും PK ബഷീർ ഒറ്റയ്ക്ക് അവിടെ നിന്ന് സംസാരിക്കും. സമരം നമ്മൾ അല്പ നാളുകൾക്ക് മുൻപ് കണ്ടു. എന്തായാലും PK ബഷീർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ ചർച്ചയാക്കുന്ന ഒരാളാണ്. സീതി ഹാജി സാഹിബിന്റെ മകൻ എന്ന അർത്ഥത്തിൽ മുസ്ലിം ലീഗിലും വലിയ ജനകീയനായ സ്വാധീനമുള്ള ഒരു നേതാവാണ്. നമുക്കറിയാം ആ ഭൂരിപക്ഷം കാണുമ്പോൾ നമുക്കറിയാം അത് ആ മണ്ഡലം എന്തായാലും ലീഗിന്റെ ശക്തി കേന്ദ്രമായി തന്നെ നിലനിൽക്കുന്ന മണ്ഡലം. നമ്മൾ 3ാമത്തെ മണ്ഡലത്തിലേക്ക് പോകണം. അത് നിലമ്പൂരിൽ സത്യം പറഞ്ഞാൽ ഇത്തവണ വലുതായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നിലമ്പൂർ കഴിഞ്ഞവട്ടം PV അൻവർ മുന്നണി മാറി. പിന്നീട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഈ തവണ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമാകുന്നത് PV അൻവറിന്റെ ഫാക്ടർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും. കാരണം നിലമ്പൂരിൽ PV അൻവറിനെ കൊണ്ടുവന്ന് 2 തവണ ജയിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. നിലമ്പൂർ മേഖലയിൽ ഇടതുപക്ഷത്തിന് ഒരു സംഘടനാ സംവിധാനം, വളരെ ശക്തമായ തന്നെ സംഘടനാ സംവിധാനം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു സ്വതന്ത്രനെ കൂടി കുറച്ചുകൂടി വോട്ട് UDF-ൽ നിന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു സ്വതന്ത്രനെ നിർത്തിയുള്ള പരീക്ഷണം 2 തവണ വിജയിപ്പിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ PV അൻവർ രാജിവെച്ചതിന് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ കൊണ്ടുവന്ന ഒരു മത്സരം നടത്തി. ആ ഫൈറ്റ് നടന്ന അവസാനം 11,077 എന്ന ഭൂരിപക്ഷത്തിന് ആണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. അത് മറികടക്കാൻ മറ്റൊരു സ്വതന്ത്രന് പറ്റുമോ എന്നതാണ് അഷ്റഫ് അലിയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ശ്രമം. അദ്ദേഹം മുൻ ഫുട്ബോൾ താരമാണ്. അതോടൊപ്പം സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന അർത്ഥത്തിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. ഗിരീഷ് മേക്കാട് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ ഫൈറ്റ് ആര്യാടൻ ഷൗക്കത്തും അഷ്റഫ് അലിയും തമ്മിൽ തന്നെയാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവർ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം നിരവധി നിലമ്പൂരിന്റെ ഇപ്പോഴത്തെ നമ്മൾ അറിയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് ആര്യാടൻ ഷൗക്കത്ത് ഇത് എത്ര ഭൂരിപക്ഷം ഉയർത്തുമോ കുറയോ എന്നുള്ളത് മാത്രമേ അവിടെ ഒരു തീർച്ചയായും അതൊരു പക്ഷേ ഇത് നമ്മൾ പറഞ്ഞതുപോലെ അടിയൊഴുക്കുകൾ ഉണ്ടോ എന്നത് കൂടി അറിയണം. നമുക്കറിയാം കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു മേഖല എന്ന അർത്ഥത്തിൽ കൂടി നമ്മൾ അതിനെ കാണണം. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിന് ആ സമയത്ത് VS ജോയ്
DCC പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ച ഒരു മണ്ഡലം കൂടിയാണ്. അല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയം വരുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ VS ജോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ആര്യാടൻ ഷൗക്കത്തിന് ആ സീറ്റ് നൽകുകയായിരുന്നു. തീർച്ചയായും സഭാ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. സഭാ വോട്ടുകൾ ആര് പിടിക്കും എന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ടുപേർക്കും ഒരു വലിയ തരത്തിൽ സ്വാധീനം ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. സഭാ വോട്ടുകൾക്കും പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. ആര് പിടിക്കുമെന്നത് വളരെ നിർണായകം. നിലമ്പൂരിൽ ഇത്തവണ ആര് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ നേരെ പോകാൻ വണ്ടൂരിലേക്ക് പോകാം. വണ്ടൂർ നമുക്കറിയാം അതൊരു കോൺഗ്രസിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. AP അനിൽകുമാറാണ് വണ്ടൂരിന്റെ സിറ്റിംഗ് MLA. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഈ ഭൂരിപക്ഷം തന്നെയാണ് 15,563 വോട്ടിനാണ് ജയിച്ചത്. ഡോക്ടർ KK ദാമോദരൻ CPIM വേണ്ടി മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥി EP കുമാരദാസ് ആണ്. ഇവിടെയും അനിൽകുമാറിന് CK ജാനുവിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ NDAക്ക് ഒപ്പം ഉറച്ചു നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഭൂരിപക്ഷത്തെ കണ്ടു മാത്രം വിലയിരുത്തരുത്. വണ്ടൂർ തുടർച്ചയായി 5 തവണ ജയിച്ചതിന് ശേഷം 6ാമത്തെ തവണ വരികയാണ് അനിൽകുമാർ. അതുകൊണ്ട് അനിൽകുമാറിന് വണ്ടൂരെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും AP അനിൽകുമാറിന് അത്രയും സ്വാധീനം. മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ നമ്മൾ ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ AP അനിൽകുമാർ. AICCയുടെ ആണെങ്കിലും KPCCയുടെ മേഖലയിൽ വന്നാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഉറച്ച ശബ്ദമുള്ള ഒരു സ്പേസ് ഉള്ള ഒരു നേതാവാണ് AP അനിൽകുമാർ. അപ്പം ഈ അനിൽകുമാറിനെ ഇപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കുന്ന സമയത്ത്, പാർട്ടി പോരാണെങ്കിലും മറ്റ് വിഷയങ്ങളാണെങ്കിലും ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണെങ്കിലും ഒക്കെയും വാർത്തകൾ ഇടം പിടിക്കുന്ന സമയത്തും അങ്ങനെ വരാത്തൊരു നേതാവ് കൂടിയാണ് AP അനിൽകുമാർ. പറയുന്ന കാര്യത്തിൽ വളരെ ക്ലാരിറ്റി, വിവാദങ്ങളിൽ പോയി പെടാത്ത. മലപ്പുറം പോലെ ഒരു ജില്ലയിൽ പലപ്പോഴും പല മേഖലകളിലും ഈ ലീഗുമായി അസ്വാരസ്യങ്ങൾ കോൺഗ്രസ് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത, ലീഗിനെ കൃത്യമായി തന്നെ ലീഗിന്റെ ആ ബന്ധം സൂക്ഷിക്കാൻ പറ്റുന്ന, വോട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. എന്തായാലും വണ്ടൂരിൽ അത്ര എളുപ്പമല്ല AP അനിൽകുമാറിന് ഏതെങ്കിലും തരത്തിൽ ഈ ഭൂരിപക്ഷം കുറക്കാൻ പോലും അത്ര എളുപ്പമല്ല. എന്തായാലും ഡോക്ടർ KK ദാമോദരനാണ് CPM സ്ഥാനാർത്ഥി. ഫൈറ്റ് നമുക്കറിയാം, അത് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലം മഞ്ചേരി. അത് ലീഗിന്റെ കോട്ടയായ മണ്ഡലം. മഞ്ചേരിയിലേക്ക് പോയാൽ M റഹ്മത്തുള്ള മുസ്ലിം ലീഗിനായി മത്സരിക്കുന്നു. VM മുസ്തഫ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDF-ന് വേണ്ടി മത്സരിക്കുന്നു. ഇവിടെ നമുക്കറിയാം UA ലത്തീഫിനെ മാറ്റിയാണ് റഹ്മത്തുള്ളയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. പ്രത്യേകിച്ച് 15,573 വോട്ട്. ആ ഭൂരിപക്ഷം മാത്രം വിലയിരുത്തി മഞ്ചേരിയെ കാണേണ്ടതില്ല. മഞ്ചേരി ഉണ്ടായ കാലം മുതൽ ലീഗ് എന്ന് പറയുന്നത് പോലെയാണ് മഞ്ചേരിയുടെ ഒരു സ്ഥിതി. എന്തായാലും ലീഗിന് അത്രയും മുൻതൂക്കമുള്ള നമ്മുടെ മലപ്പുറം ജില്ലയെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ ഉള്ളത് മലപ്പുറം ജില്ലയാണ്. പക്ഷേ മലപ്പുറത്തെ കുറിച്ച് കാര്യമായിട്ട് ഈ ഓരോ ഇടത്തെയും ഫൈറ്റിനെ കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. കാരണം എല്ലാം ലീഗിന്റെ കോട്ടകളാണ്, ഉറച്ച കോട്ടകളാണ്. ആ കോട്ടകളൊക്കെ ഇളക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. UA ലത്തീഫ് ഒരു തവണ മാത്രം മത്സരിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ മാറ്റുന്ന ഒരു വിവാദം ആ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് M റഹ്മത്തുള്ള നേരത്തെ CPIയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്ന ആളാണ്. അദ്ദേഹം 2012 പാർട്ടി വിട്ട് മുസ്ലിം ലീഗുമായി ചേർന്ന് അദ്ദേഹത്തിന് ഒരു അവസരം, ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കൊടുത്തു എന്ന അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടത്. VM മുസ്തഫയെ ഇറക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര പരീക്ഷണമാണ്. അത് പലപ്പോഴും നമ്മൾ മലപ്പുറത്ത് LDF-ന്റെ അത് CPIയുടെ സീറ്റാണെങ്കിൽ CPI സ്വതന്ത്രനായി മത്സരിപ്പിക്കുകയാണ്. നേരത്തെ CPM-ന്റെ സീറ്റുകളിൽ CPM-ഉം സമാനമായി തന്നെയാണ് മലപ്പുറത്തെ കാണുന്നത്. ആ UDF-ന്റെ വോട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ LDF-ന്റെ സീറ്റിൽ മത്സരിപ്പിക്കുന്നതാണ് CPM-ഉം CPI-യും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സരം റഹ്മത്തുള്ളയും VM മുസ്തഫയും തമ്മിൽ തന്നെയാണ്. ഇനി ഇടതുപക്ഷത്തിനും UDF-നും ഒരേപോലെ ശക്തി കേന്ദ്രമുള്ള പെരിന്തൽമണ്ണയിലേക്ക് നമ്മൾ പോകുന്നു. പെരിന്തൽമണ്ണ നിയമസഭാ നിയോജക മണ്ഡലം. നജീബ് കാന്തപുരം സിറ്റിംഗ് MLA മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ വീണ്ടും വരുന്നു. VP മുഹമ്മദ് ഹനീഫ CPIM, KP ബാബുരാജ്. രജേഷ് സുരേന്ദ്രൻ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഭൂരിപക്ഷം നോക്കിയാൽ മതി. അത് ഒരുപക്ഷെ നമുക്ക് തെറ്റിയതാണോന്ന് ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ഭൂരിപക്ഷമാണ്. 38 വോട്ടിനാണ് നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ജയിച്ചത്. ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഇതിന് തൊട്ടു മുന്നിലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാലും സമാനമാണ് അവസ്ഥ. നിസാരമായ വോട്ടുകൾക്ക് ജയിച്ച് കയറുക. അത് ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ശശികുമാർ അവിടെ ജയിച്ച CPM-ന്റെ ജയിച്ച ഒരു സീറ്റ് കൂടിയാണ്. അതുകൊണ്ട് CPM-ന് സംഘടനാപരമായി വളരെ ശക്തി കേന്ദ്രമുള്ള ഒരു സ്ഥലമാണ് പെരിന്തൽമണ്ണ. അത് അവിടെ ഏതെങ്കിലും തരത്തിൽ ജയിക്കാൻ അത്ര ഈസി വോക്ക് ഓവർ അല്ല. മുസ്ലിം ലീഗിനെ നന്നായി പണിയെടുത്താണ് മുസ്ലിം ലീഗ് അവിടെ ജയിക്കേണ്ടത്. അത് നജീബ് കാന്തപുരത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഈ 38 വോട്ടിന് ജയിച്ചു എന്നത് കണക്ക് കൂട്ടേണ്ടതില്ല. കാരണം അദ്ദേഹം ഈ സിവിൽ സർവീസ് അക്കാദമി കുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്ന കാര്യത്തിൽ അത്തരത്തിൽ കൂടുതൽ ചർച്ചയാകുന്ന ചില വികസന പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട ഒരാളാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി നിയമസഭയിൽ അവസാന ഘട്ടത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു അധിക്ഷേപ പരാമർശം എന്ന രീതിയിൽ അദ്ദേഹത്തെ ശരീരനിന്ദ പ്രയോഗം നടത്താൻ
നടത്തി എന്ന തരത്തിൽ വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്താണ്. അത് സമരത്തിൽ ഇടപെടുന്നു എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് പ്രതിപക്ഷത്തിന്റെ സമരങ്ങളിലും ഇടപെടുന്നു, അത് വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന തരത്തിൽ പേര് കൃത്യമായി ഉൾപ്പെടുത്തി ആളുകളെ ബോധ്യപ്പെടുത്തിയ ഒരു MLA ആണ്. അതുകൊണ്ട് പെരിന്തൽമണ്ണയിൽ അത്ര എളുപ്പം ഇത്തവണ നജീബ് കാന്തപുരത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ VP മുഹമ്മദ് ഹനീഫയെ CPIM ഇറക്കുന്നത് അവരുടെ വോട്ടുകൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ തന്നെ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് മലപ്പുറത്ത് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി മുസ്ലിം വോട്ട് UDFന് കിട്ടിയ ഒരു സ്ഥലമാണ്. മലപ്പുറത്ത് അത് തൂത്തുവരുന്നതാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ നിന്ന് സമസ്തയിലെ ഭിന്നതയോ മറ്റോ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് സമാഹരിക്കാൻ പറ്റുമോ എന്നത് മുഹമ്മദ് ഹനീഫയിലൂടെ കഴിയുമോ എന്നുള്ളതാണ് നമുക്കറിയാം. BJP ഇവിടെ ഒരു വലിയ ഫാക്ടർ ആകുന്നത് നമ്മൾ ഈ പറഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ അർത്ഥത്തിൽ മാത്രമാണ്. കാരണം നിസാര വോട്ടിനൊക്കെ വിജയിച്ച് കയറുന്ന സ്ഥലമാണ്. ഇനിയിപ്പം മഞ്ഞളാംകുഴി അലിയുടെ മങ്കടയിലേക്ക് പോവാം അല്ലേ? തീർച്ചയായും മങ്കടയിലേക്ക് പോവാം. അലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദ കിങ് സിനിമയൊക്കെ വരുന്ന സമയത്താണ് അലിയുടെ പേരൊക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്തായാലും മഞ്ഞളാംകുഴി അലി നേരത്തെ CPIM-നൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം MLA ആയ ആളാണ്. അതിനുശേഷം ലീഗിലേക്ക് പോയതിനു ശേഷവും ജയം തുടരുന്നതാണ്. നമ്മൾ 246 വോട്ടിനാണ് കഴിഞ്ഞ വട്ടം അദ്ദേഹം ഈ മണ്ഡലം പിടിച്ചത്. കുന്നത്ത് മുഹമ്മദിനെ LDF ഇറക്കിയിരിക്കുന്നു. ലിജോയ് പോളാണ് BJPക്ക് വേണ്ടി അവിടെ. ഇതിൽ നമ്മൾ പറയേണ്ടത് കുന്നത്ത് മുഹമ്മദ് ഒരു LDFന്റെ വിസ്മയമാണ്. അത് VD സതീശൻ തുടക്കമിട്ട ഒരു വാക്കാണ് എങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടക്കമിട്ട വാക്ക് ഏറ്റവും അവസാനം വരെ മങ്കടയിൽ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിലൊക്കെ ഏറ്റവും അവസാനം വരെ കാത്തിരുന്നത് കുന്നത്ത് മുഹമ്മദ് സമ്മതിക്കുമോ എന്നത് അറിയാൻ വേണ്ടിയായിരുന്നു. എന്തായാലും മുസ്ലിം ലീഗിൽ നിന്ന് മാറി LDFനൊപ്പം സ്വതന്ത്രനായി മത്സരിക്കാൻ ഇതും ഒരു സ്വതന്ത്ര പരീക്ഷണമാണ്. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇടതുപക്ഷം കണ്ടറിയേണ്ടതാണ്. പക്ഷേ ചില അവസരങ്ങളിലൊക്കെ ഇടതുപക്ഷം അത് വിജയിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് V അബ്ദുറഹ്മാന്റെ കാര്യത്തിലായാലും PV അൻവറിന്റെ കാര്യത്തിലായാലും ജലീലിന്റെ കാര്യത്തിൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സ്വതന്ത്ര പരീക്ഷണം പലപ്പോഴും മലപ്പുറത്ത് ഇടതുപക്ഷം വിജയിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പരീക്ഷണം തന്നെയാണ് മങ്കടയിൽ. വർക്കാവോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ നമുക്കറിയാം ചെറിയ വോട്ടിന് ജയിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. എല്ലാ മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളെ കാണുന്നത് പോലെയല്ല. മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ മലപ്പുറത്ത് മത്സരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മുസ്ലിം ലീഗ്, പിന്നെ KJ മുജീബ് NCP, അശ്വതി ഗുപ്തകുമാറാണ് BJPക്ക് വേണ്ടിയിട്ട്. ഇവിടെ നേരത്തെ ഉബൈദുള്ളയുടെ മണ്ഡലമായിരുന്നു. അദ്ദേഹം ജയിച്ചത് 35,208 ഉബൈദുള്ളയ്ക്ക് പകരം സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടി വരുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉറച്ച കോട്ട അത് മലപ്പുറമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്രമാത്രം ഭൂരിപക്ഷത്തിന് ആണ് അവർ ജയിക്കുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി വരുമ്പോൾ ആ ഭൂരിപക്ഷം എത്ര എന്ന് നോക്കുക പറയാൻ പോലും ഒന്നുമില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി ഇനി കുഞ്ഞാപ്പ എത്ര വോട്ട് പിടിച്ച് ഈ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ളത് മാത്രമേ ഇനി അറിയാം. വലിയൊരു ഫൈറ്റ് ഒന്നും ഇതിൽ മലപ്പുറത്ത് കാണാനില്ല. പ്രചാരണത്തിൽ പോലും നമ്മൾ ആ ഫൈറ്റ് കാണാനില്ല. ഏതെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളിൽ നമ്മൾ ലീഗിന് സ്ഥിരമായി കിട്ടുന്ന മണ്ഡലങ്ങളിൽ പോലും വലിയ പ്രചാരണമൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാണാം. പക്ഷേ ഇവിടെ KT മുജീബിന്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ പ്രചാരണ കോലാഹലമൊന്നും കണ്ടതും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുഞ്ഞാലിക്കുട്ടിയുടെ തട്ടകമായിരുന്ന വേങ്ങരയിലേക്ക് പോയാലോ? വേങ്ങരയിൽ പോയാൽ വളരെ പ്രത്യേകതയുണ്ട്. KM ഷാജി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ആദ്യം KM ഷാജിനെ പരിഗണിച്ചത്. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു. മലപ്പുറത്തേക്കും വേങ്ങരയിലേക്ക് KM ഷാജി സഭ കൊണ്ടുപുഴക്കൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. VN ജയകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് PK കുഞ്ഞാലിക്കുട്ടിക്ക് 30,596 ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. പ്രധാനപ്പെട്ട കാര്യം KM ഷാജി ഒരു സിറ്റിംഗ് സീറ്റിലേക്ക്, ഉറപ്പുള്ള ഒരു സീറ്റിലേക്ക് KM ഷാജി വരുന്നത്. കഴിഞ്ഞ തവണ അഴീക്കോട് മത്സരിക്കുമ്പോൾ അവിടെ ഉറപ്പുള്ള സീറ്റ് അല്ല, നേരത്തെ അദ്ദേഹം മത്സരിച്ച് ജയിച്ച സ്ഥലമാണെങ്കിൽ കൂടി അത് ഫൈറ്റ് ചെയ്ത് നേടേണ്ട സ്ഥലമാണ്. പക്ഷെ ഇത്തവണ അത്രയും ഫൈറ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയം. പക്ഷേ ഇപ്പം PK കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങരയിലേക്ക് ഒരു സിറ്റിംഗ് സീറ്റിലേക്ക് KM ഷാജിനെ പ്ലേസ് ചെയ്തെങ്കിലും KM ഷാജിയുടെ നിലപാടുകൾ അത് എത്ര കണ്ട് ഈ ഭൂരിപക്ഷത്തിനെ ഇങ്ങനെ തന്നെ നിലനിർത്തുമോ എന്നുള്ളതാണ്. കാരണം അതിൽ സത്യത്തിൽ KM ഷാജി അടക്കമുള്ള ആളുകൾ അത് ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഭാ കൊണ്ടുപുഴക്കൽ അത് നമ്മൾ ഈ പറയുന്ന ഡീൽ ആരോപണത്തിൽ SDP ഡീൽ ആരോപണത്തിൽ നമ്മൾ കേട്ട മണ്ഡലമാണ് വേങ്ങര എന്ന് പറയണം. സഭാ കൊണ്ടുപുഴക്കൽ നേരത്തെ മത്സരിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ SDP പിന്തുണച്ചു എന്നത് ഉൾപ്പെടുത്തിയാണ് SDP സ്ഥാനാർത്ഥിയാണ് ഇത്തവണ LDFന്റേത് എന്ന് പറഞ്ഞ് ലീഗ് തുടങ്ങിയ ഒരു ഡീൽ ആരോപണമാണ്. അതോടൊപ്പം തന്നെ KM ഷാജി SDP-ക്കെതിരെ വ്യാപകമായി പ്രസംഗിക്കുന്ന ഒരാളാണ്, ആ അർത്ഥത്തിൽ നിലപാടെടുത്ത ഒരാളാണ്. ഇനി SDP ഏത് നിലപാടും സ്വീകരിക്കും എന്നതൊക്കെ ഈ മണ്ഡലത്തിൽ ഒരു നിർണായകമായ ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത് KM ഷാജിയും മുസ്ലിം ലീഗിനുള്ളിലെ പ്രബല വിഭാഗവും തമ്മിലുള്ള ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് പോലെ അത് കാലങ്ങളായി തുടരുന്നതാണ്. അത് കൃത്യമായി ഇപ്പോഴും വർക്കാവുന്നുണ്ടോ? KM ഷാജിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുമോ എന്നതൊക്കെ നമ്മൾ ഈ മത്സരത്തെ കാണണം. ഒരുപക്ഷെ KM ഷാജി തന്നെ ജയിച്ചാൽ പോലും 30,000 എന്ന ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം KM ഷാജിക്ക് തന്നെ ആയിരിക്കും മേടിച്ചത്. പക്ഷേ ഈ ഒരു ഭൂരിപക്ഷം
കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷം എം ഷാജി കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് തുടർച്ചയായിട്ട് ഈ വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി എപ്പോഴും വാർത്തകളിൽ തീർച്ചയായും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച ആ രീതിയിൽ കൊണ്ടുപോകാൻ ഒരുപക്ഷെ UDF-നെ ആകെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രശ്നം. UDF മതം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം സ്വന്തം അഭിപ്രായമാണെങ്കിലും ഒരു മുന്നണിയൊക്കെ തമ്മിൽ പെടുത്തുന്ന രീതി നിസ്സംശയമായിട്ട് അങ്ങ് പറഞ്ഞു കളയും. പിന്നീട് അതിനെ നിലപാട് തിരുത്താനോ അങ്ങനെയൊന്നും പോകാറുമില്ല. മാത്രമല്ല നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ് അധികാരത്തിലേക്ക് ഞങ്ങൾ വരുന്നത് എന്ന് KM ഷാജി പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് മറ്റാളുകൾക്ക് ന്യായീകരിക്കേണ്ടി വന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഈ മണ്ഡലത്തിൽ നമുക്കറിയാം മണ്ഡലം വേങ്ങര അത് UDF-ന്റെ കോട്ടയാണ്, മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. അവിടേക്ക് KM ഷാജി വരുമ്പോൾ എത്ര ഭൂരിപക്ഷം എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു മികച്ച മത്സരം ഉണ്ടാക്കാൻ എന്തായാലും സഭാ കൊണ്ടുപോകലിന് സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷം എത്ര കുറഞ്ഞാലും അത് ഈ വിവാദത്തിന്റെ ഒക്കെ പേരിൽ KM ഷാജിയുടെ തലയിൽ തന്നെ വരും എന്നതാണ് നമ്മൾ ഭയങ്കര വിട്ട് നേരെ ഇനി വള്ളിക്കുന്നിലേക്ക്. വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലം TV ഇബ്രാഹിം മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കുന്നു. LDF-നായി CP മുസ്തഫ, M പ്രേംകുമാറാണ് BJP-ക്ക്. P അബ്ദുൽ ഹമീദ് 14,116 വോട്ടിന് വിജയിച്ച സ്ഥലമാണ്. TV ഇബ്രാഹിം MLA എന്ന നിലയിൽ തന്നെ മണ്ഡലം മാറി എന്നത് മാത്രമേ ഉള്ളൂ. TV ഇബ്രാഹിമിന് വലിയ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്, മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവ്. CP മുസ്തഫ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇവിടെയും LDF-ഉം UDF-ഉം തമ്മിൽ മത്സരം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം വള്ളിക്കുന്നും UDF-ന് പ്രത്യേകിച്ച് ലീഗിന് വലിയ ശക്തി കേന്ദ്രമുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെയും എഡ്ജ് എന്തായാലും TV ഇബ്രാഹിമിന് തന്നെയാണ്. യെസ്, തിരൂരങ്ങാടിയിലേക്ക് പോയല്ലോ, ഉറച്ച കോട്ടയിലേക്ക്, ഏറ്റവും ഉറച്ച കോട്ട. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AK ആന്റണി ഒക്കെ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലീഗ് അല്ലാതെ മറ്റൊരു പാർട്ടി ജയിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ജയിക്കാൻ കാരണം ലീഗ് കൊടുത്ത സീറ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ AK ആന്റണി വന്ന് മത്സരിക്കൂ എന്ന് പറഞ്ഞ് ലീഗ് കൊടുത്ത സീറ്റ് ആയതുകൊണ്ട് അത്രമാത്രം ലീഗിന് ഉറച്ച മണ്ഡലമാണ് തിരൂരങ്ങാടി. PMA സമീർ മത്സരിക്കുന്നു മുസ്ലിം ലീഗിനായി, അജിത് കോളാടി LDF-നായി മത്സരിക്കുന്നു, റിജു സി രാഘവ് BJP-ക്കായി മത്സരിക്കുന്നു. ഇവിടെ പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശക്തി കേന്ദ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ഭൂരിപക്ഷം അത്രയും സുരക്ഷിതമായ ഒരു ഭൂരിപക്ഷമല്ല. 9578 എന്ന് പറയുന്നത് KPA മജീദിനെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിന് കിട്ടിയ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ആ ഭൂരിപക്ഷം കണ്ടാണ് ഇത് മറികടക്കാൻ പറ്റുമോ എന്ന് LDF കണക്ക് കൂട്ടുന്നത്. ഇത്തവണ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. പക്ഷേ തിരൂരങ്ങാടി നമുക്കറിയാവുന്നതുപോലെ അതൊരു കോട്ടയാണ്, ഉറച്ച കോട്ടയാണ്. എങ്ങനെ ഇളകാത്ത സ്ഥലമാണ് തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞാൽ. ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന താനൂരിലേക്കാണ്. താനൂരിലേക്ക് പോയാൽ മന്ത്രി അബ്ദുറഹ്മാൻ മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. അദ്ദേഹം മാറാൻ തീരുമാനിച്ചു, താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറാൻ തീരുമാനിച്ചു. ഇവിടെ PK നവാസ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, മുഹമ്മദ് സമീർ LDF സ്ഥാനാർത്ഥിയായി വരുന്നു, ദീപ പുഴക്കൽ BJP സ്ഥാനാർത്ഥിയായി വരുന്നു. ഈ ഭൂരിപക്ഷമാണ് കാരണം അബ്ദുറഹ്മാൻ അദ്ദേഹം മന്ത്രിയായിരുന്നുവെങ്കിലും 985 വോട്ടിനായിരുന്നു ആ വിജയം ഉണ്ടായിരുന്നത്. വളരെ ഇവിടെ എല്ലാ കാലത്തും അത് താനൂരിൽ കഴിഞ്ഞ തവണയും അബ്ദുറഹ്മാൻ വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് തന്നെയാണ് ഇതിന് തൊട്ടു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ PK നവാസ് വരുന്ന സമയത്ത് ഒരു യുവ നേതാവ് വരുന്നു എന്ന കാര്യത്തിലാണ് മുസ്ലിം ലീഗിന് ഒരു ആത്മവിശ്വാസമുള്ളത്. പക്ഷെ അതേ ആത്മവിശ്വാസം PK നവാസിന്റെ പേരിൽ തന്നെയാണ് ഒരുപക്ഷെ LDF-ന്റെയും ആത്മവിശ്വാസം കിടക്കുന്നത്. ഹരിത ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയാക്കി PK നവാസിനെ ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം LDF നടത്തുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് സമീറിലൂടെ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ നിലനിർത്താൻ പറ്റുമോ? അത് മുഹമ്മദ് സമീറും അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഈ മണ്ഡലം നഷ്ടപ്പെടാതിരിക്കാൻ അബ്ദുറഹ്മാന് കൂടി ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹം നിന്ന ഒരു ജയിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ്. അതോടൊപ്പം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിയുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും മണ്ഡലം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി അഭിമാന പ്രശ്നമായതിനാൽ ഈ മണ്ഡലത്തിലെ പോരാട്ടം എന്തായാലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോകാം, തിരൂരിലേക്ക്. തിരൂരിലേക്ക് വരുമ്പോഴത്തേനും അവിടെ കുറുക്കോളി മൊയ്തീനാണ് മുസ്ലിം ലീഗിന് വേണ്ടി. അദ്ദേഹം തന്നെ ആയിരുന്നു സിറ്റിംഗ് MLA. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 7214 അവിടേക്കാണ് അബ്ദുറഹ്മാൻ വരുന്നത്. അദ്ദേഹത്തിന് അവിടെ എത്രമാത്രം ഫൈറ്റ് കൊടുക്കാൻ പറ്റും? നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ എടുക്കുന്ന ഒരു റിസ്ക് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലം വേണ്ട എന്ന് പറഞ്ഞ് എതിരാളിയായി, ഏറ്റവും വലിയ എതിരാളിയായ മുസ്ലിം ലീഗ് ജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടേക്ക് ഞാൻ പോകാം എന്ന് തീരുമാനിക്കുകയാണ് അബ്ദുറഹ്മാൻ. പക്ഷെ അതിൽ കാണേണ്ട കാര്യം അത് അബ്ദുറഹ്മാന്റെ നാടാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ അറിയാം ആ നാടിൽ എത്രത്തോളം വോട്ട് പിടിക്കാൻ സാധിക്കുമെന്ന് അറിയാം. അതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷം മറികടക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് അദ്ദേഹത്തിനുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ കാര്യം. അദ്ദേഹം മത്സരിക്കേണ്ട താല്പര്യം തന്നെ അദ്ദേഹം തുടക്കത്തിൽ ആലോചിച്ചിരുന്നില്ല.
പ്രചാരണത്തിന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റായി. കാരണം സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഈ മണ്ഡലങ്ങൾ മാത്രം അബ്ദുറഹ്മാന്റെ കൂടി മൂടൊക്കെ നോക്കി പിന്നീട് അത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ആ പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും അബ്ദുറഹ്മാൻ ഈ കോൺഫിഡൻസ് വെക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനും കോൺഫിഡൻസ് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണെന്ന് അവർ ചിന്തിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നതുകൊണ്ടാണ്. കെ നാരായണൻ ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്ന അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ബിജെപി ഏതെങ്കിലും ഒരു വോട്ട് ഉയർത്താനൊക്കെ കഴിഞ്ഞു. അതല്ലാതെ അവർ പോലും പ്രധാനമായിട്ടും അവിടെ ബിജെപി പോലും അവിടെ എന്താ ഒരു പ്രതീക്ഷ വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മള് കോട്ടക്കലിലേക്ക് കോട്ടക്കൽ നിയമസഭാ മണ്ഡലം കെ ആബിദ് ഹുസൈൻ തങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി. ഇത്തവണയും സിറ്റിംഗ് MLA ഭൂരിപക്ഷം 16,580. പ്രീതി കൊഞ്ചത്ത് CPIM സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി. ഇവിടെയും നമ്മൾ പറയുന്നത് പോലെ അത് സ്ഥിരമായി മുസ്ലിം ലീഗ് ജയിക്കുന്ന ഒരു സ്ഥലമാണ്. ഉയർത്താൻ കഴിയുമോ എന്നുള്ളത് ഫൈറ്റ് ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ പറ്റിയാൽ അതുപോലും ഒരുപക്ഷെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടമാകും. എന്തായാലും പ്രീതി ഒരു മികച്ച ഫൈറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് CPIM പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രചാരണം ആ മേഖലയിലും. ഇനി KT ജലീലിന്റെ തട്ടകത്തിലേക്ക് എന്നാൽ പോയാലോ? തവനൂരിലേക്ക്. അതെ, ഇവിടെ കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഒരു ഫൈറ്റ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലായിടവും പറഞ്ഞാലും കുറെ ഇടമൊക്കെ ഏകപക്ഷീയമായിട്ട് ലീഗിന് തന്നെ വിജയിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം നോക്കുമ്പോൾ തന്നെ അറിയാം. കഴിഞ്ഞ വർഷം മാത്രമല്ല, അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും അവരിങ്ങനെ ജയിച്ചു വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇത്തവണ തവനൂരിന്റെ കാര്യത്തിൽ എന്താകും എന്നുള്ളതാണ്. കാരണം തവനൂരിൽ കഴിഞ്ഞ വട്ടം അദ്ദേഹം 2564 വോട്ടിനെ മാത്രം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത്. ഇത്തവണ അഡ്വക്കേറ്റ് VS ജോയി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. രവി തേലത്താണ് BJP. KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആകെ ഇടത് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു KT ജലീലിന്റെ ഒരു മാറ്റം. KT ജലീൽ 2006 PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തുന്ന ആ വിജയത്തെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ എടുത്തു പറയുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളിൽ എടുത്തു പറയുന്ന ഒരു വിജയമായി എല്ലാ കാലത്തും നിൽക്കുകയും ചെയ്യും. അന്ന് അതിനുശേഷം തൊട്ട് പിന്നാലെ ആ മണ്ഡലം ഇല്ലാതായി. പിന്നീടാണ് അദ്ദേഹം തവനൂരിലേക്ക് വരുന്നത്. തവനൂരിലേക്ക് വന്നപ്പോഴും മുസ്ലിം ലീഗ് ആവുന്ന പണി പലതും നോക്കി കഴിഞ്ഞ വട്ടം കുറച്ച് പാളിയായിരുന്നു ഫൈറ്റ് ചെയ്തു. അത് ഫിറോസ് കുന്നംപറമ്പിലിനെ കൊണ്ടുവന്നു. ഫിറോസ് കുന്നംപറമ്പിലിനെയും തുടക്കത്തിൽ കേട്ടിതിൽ അത്ര കണ്ട് വില കൽപ്പിച്ചില്ല. പക്ഷെ പിന്നീട് ഈ ഭൂരിപക്ഷം വരുന്ന സമയത്താണ് പിന്നീടാണ് അദ്ദേഹം അത് തിരിച്ചറിയുന്നതും. ഒക്കെ ആദ്യം അദ്ദേഹം നമ്മൾ തന്നെ പോകും, അവിടെ ആ ഒരു ആധിപത്യം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നൊക്കെ വിചാരിച്ച് തന്നെയാണല്ലോ മുന്നോട്ട് പോയത്. തീർച്ചയായും അത് പ്രത്യേകിച്ച് ഫിറോസിനെ അദ്ദേഹം കണ്ടത് ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ മാത്രം കണ്ടുപോയതാണ്. പക്ഷേ പിന്നീട് വോട്ട് പിടിക്കാൻ പറ്റും, കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാൻ പറ്റും, അതോടൊപ്പം ലീഗിന്റെ വോട്ട് ഒരേ സമയം കോൺഗ്രസിന്റെയും ലീഗിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ. അത് പലപ്പോഴും മലപ്പുറത്തിന്റെ കാര്യത്തിൽ അത് പ്രശ്നമാണ്. ചില മലപ്പുറത്തെ പല പഞ്ചായത്തുകളിൽ ലീഗ് ഒറ്റക്ക് ഭരിക്കുകയും കോൺഗ്രസുമായി തർക്കങ്ങൾ ഉണ്ടാകുന്ന പഞ്ചായത്തുകളൊക്കെ ഉണ്ട്. ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഈ തർക്കങ്ങളൊന്നുമില്ലാതെ രണ്ട് തരത്തിലും വോട്ട് പിടിക്കാൻ പറ്റുന്ന UDFന്റെ ഉറച്ച ഒരാളായും ഫിറോസ് മാറുന്നത് കണ്ടു. പക്ഷേ KT ജലീലിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ തവനൂർ മണ്ഡലം അത് ആ മേഖല മുഴുവൻ KT ജലീലിന് നേരിട്ടറിയാവുന്ന. ഞാൻ വിചാരിക്കുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കേരള സ്റ്റോർ എന്നൊക്കെ പറയുന്ന വലിയ റിയൽ കേരള സ്റ്റോർ ഒരുപക്ഷെ നടക്കുന്ന അഡ്വക്കേറ്റ് VS ജോയിലൂടെ ആയിരിക്കും. കാരണം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തീരില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഇല്ല, ഈ ക്രിസ്ത്യൻ വോട്ടുകളെ ഇല്ലാത്തൊരു സ്ഥലമാണ്. വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അവിടേക്ക് VS ജോയിയെ പോലെ ഒരാളിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ അടക്കം പറഞ്ഞ് ഈ മുസ്ലിം ലീഗിന്റെ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ തവനൂരിലേക്ക് ഇനി അത് വീണ്ടും ലീഗിന് കൊടുക്കണ്ട, അവിടേക്ക് എന്നാൽ VS ജോയിയെ പ്ലേസ് ചെയ്യാനുള്ളൊരു കോൺഗ്രസിന്റെ നീക്കം അത് എത്ര കണ്ട് തവനൂരിനെ സംബന്ധിച്ച് അത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണെങ്കിൽ കൂടി ലീഗുമായി വെച്ചു മാറും എന്ന തരത്തിൽ ഒരു ചർച്ച നടന്ന സമയമാണ്. പ്രത്യേകിച്ച് ബാവഹാജി അവിടെ മത്സരിക്കുമെന്ന് അവർ ഏകദേശം കണക്ക് കൂട്ടിയതുമാണ്. അതേ ബാവഹാജിയാണ് കഴിഞ്ഞ ദിവസം VS ജോയിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കുന്ന ആളുകൾക്ക് ദുബായിലേക്ക് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞത്. തൊട്ടു പിന്നാലെ അവിടെയുള്ള ലീഗിന്റെ നേതാക്കൾ പണം വാഗ്ദാനം ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് മാറ്റിവെക്കുന്നത്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ലീഗ് രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇത് ചട്ടലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രീതിയിലുള്ള പരാതികൾ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തവനൂര് ഒരു നിർണായക കേന്ദ്രം, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് അഡ്വക്കേറ്റ് VS ജോയി. ഇടതുപക്ഷം എന്തായാലും കരുതുന്നുണ്ട്. കാരണം ആ ഒരു വലിയ നഷ്ടം, തുടർച്ചയായി ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു നഷ്ടം ഉണ്ടാകുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുള്ള പ്രചാരണം ഒട്ടും വില കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഈ അധികായന്മാരെയൊക്കെ പരാജയപ്പെടുത്തി നമ്മൾ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന് അറിയാം. ഇത് നമ്മൾ പലപ്പോഴും ഒരു ഇലക്ഷൻ മാനേജറാണ്. അതെ, തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ചില മെയ്വഴക്കമുള്ള നേതാക്കൾ
നേതാക്കളുണ്ട്, അവർക്ക് കണക്കുകൂട്ടലുകളുണ്ട്. ഈ പഞ്ചായത്തുകളിൽ നിന്ന്, ഈ വാർഡുകളിൽ നിന്ന് ഇത്ര വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ കൃത്യമായ കണക്കുകൂട്ടലുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ KT ജലീലിനെ ആ പ്രചാരണ രീതി അദ്ദേഹത്തിന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം വർക്കൗട്ട് ആവും തവനൂരിൽ എന്നുള്ളത് കാത്തിരുന്നറിയണം. ഇനിയിപ്പോ നേരെ നമുക്ക് പോകാം പൊന്നാനിയിലേക്ക്. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ KP നൌഷാദ് അലി, അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി, അഡ്വക്കേറ്റ് MK സക്കീർ CPIM, ഈ മനീഷ്. ഇവിടെ വരുമ്പോഴത്തേനും നേരത്തെ നന്ദകുമാറിന്റെ മണ്ഡലമായിരുന്നു, അദ്ദേഹം 17,043 വോട്ട് ജയിച്ചത്. ഇവിടെ സക്കീർ എത്തുമ്പോഴത്തേനും ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ പ്രശ്നങ്ങളൊക്കെ സാധാരണഗതി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മലപ്പുറത്ത് ഏതെങ്കിലും സീറ്റിന് വേണ്ടി ആരും കടിപിടി കൂടുന്നത് നമ്മൾ കാണാറില്ല. പക്ഷെ പൊന്നാനിക്ക് വേണ്ടി അങ്ങനെയല്ല. പൊന്നാനി മണ്ഡലം അത് ഒരു സുരക്ഷിത മണ്ഡലമായി സമീപകാലത്തെല്ലാം ഇടതുപക്ഷം കാണുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതാണ്. ഇപ്പൊ TM സിദ്ദീഖ് അവിടെ വരണം എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഉണ്ടായ പ്രശ്നമാണ്. പരസ്യമായി ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു ഘട്ടം വന്നു. പക്ഷേ P നന്ദകുമാറിലേക്ക് പാർട്ടി തീരുമാനിച്ചു. TM സിദ്ദിഖ് അതിന്റെ പ്രചാരണ ചുമതലയിലുണ്ടായിരുന്നു. അദ്ദേഹം പിന്തുണച്ച ആളുകളോട് പിന്മാറണമെന്ന് പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ആ മണ്ഡലം അവർ നിലനിർത്തുകയും ചെയ്തു. ഇത്തവണ ഇങ്ങനെ ഒരു നീക്കം സത്യത്തിൽ മലപ്പുറത്തുള്ള ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് നമുക്ക് അത്ഭുതമാണ്. MK സക്കീർ വന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തുടക്കത്തിൽ എന്തായാലും വലിയ പ്രശ്നമുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രചാരണ ഇല്ല എങ്കിൽ കൂടി ആ പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം കഴിഞ്ഞ ആഴ്ച പോലും അവിടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് ഈ അധികാരികൾക്കെതിരെയുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്ന നേതാവാണ്. പ്രത്യേകിച്ച് MK സക്കീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം PSC ചെയർമാൻ ആയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം വഖഫ് ബോർഡിന്റെ ചെയർമാനായത്. അത് ഇതൊക്കെ രാജിവെക്കുകയാണ്. രാജിവെച്ച് തൊട്ടപ്പുറം അടുത്ത ചുമതല ഏൽക്കുന്നു. അടുത്ത ചുമതല ഏറ്റുകൊണ്ട് ഇപ്പോൾ പൊന്നാനിയിലേക്ക് വരുന്നു എന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. KP നൌഷാദ് അലിയെ നമുക്കറിയാം, ചാനൽ ചർച്ചകളിലൂടെ വളരെ സുപരിചിതനായ ഒരാൾ കൂടിയാണ്. വളരെ അധികം ആ പാർട്ടിയിൽ മലപ്പുറത്തെ വളരെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഒരു ഫൈറ്റ്, നല്ലൊരു ഫൈറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഭൂരിപക്ഷം ഇങ്ങനെ നിലനിർത്താൻ കഴിയും. അടിയൊഴുക്കാണ് പ്രശ്നം. ഒരുപക്ഷെ CPIMന്റെ വോട്ടുകളിൽ അടിയൊഴുക്കുണ്ടായാൽ MK സക്കീർ വീഴാം. അടിയൊഴുക്കുകളും അതൃപ്തിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ ഇദ്ദേഹത്തെ ബാധിക്കുമോ, സക്കീറിനെ ബാധിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് അറിയേണ്ടതാണ്. അതിനി നമ്മൾ അറിയാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും അത് ഇനി മലപ്പുറത്തെ കഴിഞ്ഞു.